2 ദിനവൃത്താന്തം അധ്യായം 31. ഉത്സവാഘോഷങ്ങൾക്കു ശേഷം അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനം യൂദാ നഗരങ്ങളിൽ ചെന്ന് അശേര പ്രതിഷ്ഠകളും സ്തംഭങ്ങളും ഇടിച്ചു നിരത്തുകയും യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനാസെ എന്നിവിടങ്ങളിലെ പൂജാഗിരികളും ബലിപീഠങ്ങളും തകർക്കുകയും ചെയ്തു. അതിനുശേഷം ജനം തങ്ങളുടെ നഗരങ്ങളിലേക്ക്, സ്വന്തം അവകാശ ഭൂമിയിലേക്ക് മടങ്ങി. ഹെസക്കിയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പുരോഹിതന്മാരെയും ലേവ്യരെയും ഗണം തിരിച്ചു. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുന്നതിനും കർത്താവിൻ്റെ പാളയത്തിൻ്റെ കവാടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിനും സ്തുതിയും കീർത്തനങ്ങളും ആലപിക്കുന്നതിനും അവരെ നിയോഗിച്ചു. കർത്താവിൻ്റെ നിയമം അനുശാസിക്കുന്നത് പോലെ പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും ദഹനബലികൾക്കും സാപത്തിലും അമാവാസിയിലും നിശ്ചിത തിരുനാളുകളിലും ഉള്ള ദഹനബലികൾക്കുമായി രാജാവ് തൻ്റെ സ്വത്തിൽ ഒരു ഓഹരി നൽകി. കർത്താവിൻ്റെ നിയമത്തിന് അവർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കേണ്ടതിന് പുരോഹിതന്മാർക്കും ലേവ്യർക്കും അവകാശപ്പെട്ട ഓഹരി കൊടുക്കാൻ ജെറുസലേം നിവാസികളോട് അവൻ കൽപ്പിച്ചു. കൽപ്പന പുറപ്പെടുവിച്ച ഉടനെ ജനം ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ ഇതര വിഭവങ്ങൾ എന്നിവയുടെ ആദ്യ ഫലങ്ങളും എല്ലാത്തിൻ്റെയും ദശാംശവും ധാരാളമായി കൊണ്ടുവന്നു. യൂദാ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിലും യൂദാ നിവാസികളും തങ്ങളുടെ കന്നുകാലികളുടെയും ആടുകളുടെയും ദശാംശവും ദൈവമായ കർത്താവിന് പ്രതിഷ്ഠിച്ചിരുന്ന നേർച്ച വസ്തുക്കളും കൊണ്ടുവന്ന് കൂമ്പാരം കൂട്ടി. 3-ാം മാസം മുതൽ 7-ാം മാസം വരെ അങ്ങനെ തുടർന്നു. ഹെസക്കിയ രാജാവും പ്രഭുക്കന്മാരും അത് കണ്ട് കർത്താവിനെയും അവിടുത്തെ ജനമായ ഇസ്രായേലിനെയും പുകഴ്ത്തി. പുരോഹിതന്മാരോടും ലേവ്യരോടും ഹെസക്കിയ കൂമ്പാരങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. സാദോക്ക് വംശജനും പ്രധാന പുരോഹിതനുമായ അസറിയ രാജാവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിലേക്ക് ജനം കാഴ്ചകൾ കൊണ്ടുവരാൻ തുടങ്ങിയത് മുതൽ ഞങ്ങൾ മതിവരെ ഭക്ഷിക്കുകയും ധാരാളം മിച്ചം വരികയും ചെയ്തിരിക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചതിനാൽ ഇത്ര വലിയൊരു ശേഖരം നമുക്കുണ്ട്. ഹെസക്കിയായുടെ കൽപ്പനയനുസരിച്ച് ഇവ സൂക്ഷിക്കുന്നതിനായി കർത്താവിൻ്റെ ആലയത്തിൽ സംഭരണശാലകൾ ഒരുക്കി. അവർ ദശാംശങ്ങളും നേർച്ച കാഴ്ചകളും വിശ്വസ്തയോടെ കൊണ്ടുവന്നു. ലേവ്യനായ കെനാനിയെയാണ് മുഖ്യമായ ചുമതല വഹിച്ചത്. സഹോദരനായ ശിമെയി അവനെ സഹായിച്ചു. ഹെസക്കിയ രാജാവും പ്രധാന പുരോഹിതനായ അസറിയായും നിയമിച്ചതനുസരിച്ച് യെഹിയേൽ, അസസിയ, നഹത്ത്, അസഹേൽ, യെറിമോത്ത്, യോസബാത്ത്, എലിയേൽ, ഇസ്മാഖായിയ, മഹത്ത്, ബനായ എന്നിവർ കെനായിയുടെയും ശിമെയിയുടെയും കീഴിൽ മേൽനോട്ടക്കാരായി വർത്തിച്ചു. ലേവ്യനായ ഇമ്നായുടെ മകനും പൂർവ്വ കവാടത്തിന്റെ കാവൽക്കാരനുമായ കോറെ ദൈവത്തിനർപ്പിക്കപ്പെട്ട സാഭീഷ്ട കാഴ്ചകളുടെ മേൽനോട്ടം വഹിച്ചു. ബലിവസ്തുക്കളിൽ കർത്താവിന് നീക്കിവച്ചവയും അതിവിശുദ്ധ കാഴ്ചകളും അവൻ വീതിച്ചു കൊടുത്തു. നഗരങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിത സഹോദരന്മാർക്ക് പ്രായഭേദമന്യേ ഗണമനുസരിച്ച് ഓഹരി എത്തിച്ചു കൊടുക്കാൻ ഏദൻ, മിനിയാമിൻ, യെശുവ, ഷെമായ, അമരിയ, ഷിക്കാനിയ എന്നിവർ അവനെ സഹായിച്ചു. ക്രമത്തിൽ ഗണം തിരിച്ച് പേർ ചേർത്തിട്ടുള്ളവരും ദിനംപ്രതി ഊഴം വെച്ച് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരും ആയ 3 അതിലേറെയും വയസ്സുള്ള പുരുഷന്മാർ ഈ കൂട്ടത്തിൽ പെടുന്നില്ല. പിതൃകുടുംബ ക്രമത്തിലാണ് പുരോഹിതന്മാരുടെ പേരെഴുതിയത്. ലേവ്യരിൽ 20 അതിലേറെയും വയസ്സുള്ളവരെ മാത്രമേ പട്ടികയിൽ ചേർത്തുള്ളൂ, അതും ഗണം തിരിച്ച് ശുശ്രൂഷയുടെ ക്രമത്തിൽ. പുരോഹിതരുടെ പട്ടികയിൽ ഭാര്യമാരുടെയും ശിശുക്കളുടെയും പുത്രീപുത്രന്മാരുടെയും പേരുകളും ഉൾപ്പെടുത്തി. കാരണം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തിയിരുന്നു. തങ്ങളുടെ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള വയലുകളിൽ പാർക്കുന്ന അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർക്കും പട്ടികയിൽ പേർ ചേർത്തിട്ടുള്ള ലേവ്യർക്കും ഓഹരി വിതരണം ചെയ്യാൻ ഓരോ പട്ടണങ്ങളിലും പ്രത്യേക ആളുകളെ നിയോഗിച്ചു. യൂദായിലുടനീളം ഹെസക്കിയ പ്രകാരമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ദൈവമായ കർത്താവിന് മുൻപാകെ നന്മയും നീതിയും പ്രവർത്തിച്ച അവൻ അവിടത്തോട് വിശ്വസ്തത പുലർത്തി. ദൈവഹിതപ്രകാരം നിയമവും കൽപ്പനകളും അനുസരിച്ച് ദേവാലയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവൃത്തികളും അവൻ പൂർണ്ണ ഹൃദയത്തോടെയാണ് ചെയ്തത്. അതിൽ അവന് വിജയമുണ്ടായി. 2 ദിനവൃത്താന്തം അധ്യായം 32. ഹെസക്കിയയുടെ വിശ്വസ്തതാപൂർണമായ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം അസീറിയ രാജാവായ സെന്നാകെരിബ് യൂദായെ ആക്രമിക്കുകയും അതിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവയ്ക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു. സെന്നാകെരിബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്കിയ തന്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു. നഗരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിരുന്ന നിർശാലികൾ തടയാൻ അവർ തീരുമാനിച്ചു. അവർ അവനെ സഹായിച്ചു. അനേകം ആളുകൾ ഒരുമിച്ചുകൂടി സകല നിർശാലികളും തടഞ്ഞു. അസീറിയ രാജാവിന് നാം എന്തിനു വെള്ളം കൊടുക്കണമെന്ന് അവർ ചോദിച്ചു. നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിച്ചു.
പൊളിഞ്ഞു കിടന്ന മതിലിന്റെ കേടുപാടുകൾ തീർത്തു. അതിന് മുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി. ചുറ്റുമൊരു കോട്ട കൂടി നിർമ്മിച്ചു. ദാവീദിന്റെ നഗരത്തിലെ മില്ലോ ശക്തിപ്പെടുത്തി. ആയുധങ്ങളും പരിചകളും ധാരാളമായി ഉണ്ടാക്കി. അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമിച്ചു. നഗര കവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ. അസീറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോടുകൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോടുകൂടെയുണ്ട്. മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്. നമ്മോടുകൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും. യൂദാ രാജാവായ ഹെസക്കിയായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു. സൈന്യസമേതം ലാഖീഷ് ഉപരോധിച്ചുകൊണ്ടിരുന്ന അസീറിയ രാജാവായ സെന്നാകിരീബ് ജെറുസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയായോടും യൂദാ നിവാസികളോടും പറഞ്ഞു, അസീറിയ രാജാവായ സെന്നാകിരീബ് പറയുന്നു, എന്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുന്നത്? നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിന്റെ കൈകളിൽ നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ? ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും ഒരേ ഒരു ബലിപീഠത്തിന് മുമ്പിൽ ആരാധിക്കുകയും അവിടെ മാത്രം ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂദായോടും ജെറുസലേമിനോടും ആജ്ഞാപിച്ചതും? ഞാനും എൻ്റെ പിതാക്കന്മാരും മറ്റു ജനതകളോട് ചെയ്തത് എന്തെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞോ? എൻ്റെ പിതാക്കന്മാർ നിശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത്? പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നോ? അതിനാൽ ഹെസക്കിയ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അവനെ വിശ്വസിക്കരുത്. എൻ്റെയോ എൻ്റെ പിതാക്കന്മാരുടെ കൈകളിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിൻ്റെ ദേവന് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും? ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കിയായ്ക്കുമെതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി, ജനതകളുടെ ദേവന്മാർ തങ്ങളുടെ ജനതകളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നതുപോലെ ഹെസക്കിയായുടെ ദൈവം തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല. കോട്ടയുടെ മുകളിൽ നിന്ന് ജെറുസലേം നിവാസികളെ സംഭീതരാക്കി. നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി യൂദാ ഭാഷയിൽ അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജെറുസലേമിലെ ദൈവത്തെക്കുറിച്ച്, ഭൂമിയിലെ ജനതകളുടെ ദേവന്മാരെക്കുറിച്ച് എന്നതുപോലെ അവർ സംസാരിച്ചു. അവയാകട്ടെ മനുഷ്യന്റെ കരവേല മാത്രമാണ്. ഹെസക്കിയ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു. കർത്താവ് ഒരു ദൂതനെ അയച്ചു. അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടിവീഴ്ത്തി. സെന്നാകെരീബ് ലജ്ജിച്ച് മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി. അവൻ തന്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരിൽ ചിലർ അവനെ വാളിനിരയാക്കി. അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സെന്നാകെരീബിന്റെയും മറ്റു ശത്രുക്കളുടെയും കൈകളിൽ നിന്ന് ഹെസക്കിയായെയും ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു. അവരുടെ അതിർത്തികളിൽ സ്വസ്ഥത നൽകി. വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകൾ കൊണ്ടുവന്നു. യൂദാ രാജാവായ ഹെസക്കിയായ്ക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. അന്നു മുതൽ ജനതകളുടെ മുമ്പിൽ അവൻ ബഹുമാനിതനായി. ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ ഉത്തരമരളി ഒരടയാളവും കൊടുത്തു. എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല. അവൻ അഹങ്കരിച്ചു. അതിനാൽ അവന്റെയും യൂദായുടെയും ജെറുസലേമിന്റെയും മേൽ ക്രോധം ജ്വലിച്ചു. എന്നാൽ തന്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസികളും അധപതിച്ചതിനാൽ കർത്താവിന്റെ ക്രോധം ഹെസക്കിയായുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല. ഹെസക്കിയ വളരെ സമ്പന്നനും വലിയ കീർത്തിമാനുമായിരുന്നു. വെള്ളി, സ്വർണം, രത്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പരിചകൾ, വിലപിടിപ്പുള്ള വിവിധതരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾ കാലകളും പണിതു. അവൻ തനിക്ക് വേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുപാടുകളെ സമ്പാദിക്കുകയും ചെയ്തു. ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു. ഗീഹോൻ അരുവിയുടെ മുകളിലെ കൈവഴി തടഞ്ഞ് ജലം ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസക്കിയായാണ്. തന്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി. ദേശത്ത് സംഭവിച്ച അടയാളത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാരയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവനെ അനുവദിച്ചു. അതവനെ പരീക്ഷിക്കുന്നതിനും അവന്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു. ഹെസക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ആമോസിന്റെ പുത്രനായ യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിലും യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെയും പുസ്തകത്തിലും എഴുതപ്പെട്ടിരിക്കുന്നു. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു. അവന് ദാവീദിന്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു. യൂദായിലും ജെറുസലേമിലുമുള്ളവർ എല്ലാവരും അവൻ അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു. പുത്രൻ മനാസെ ഭരണമേറ്റു. 2 ദിനവൃത്താന്തം അധ്യായം 33.
മനാസെ 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കിപ്പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു. അശേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറുസലേമിൽ എന്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിലെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോൻ താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും രൂപതാവിഷ്ഠരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടത്തേക്ക് പ്രകോപിപ്പിച്ചു. താൻ ഉണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എന്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. മോശ വഴി ഞാൻ നൽകിയ നിയമവും കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവ്വം പാലിച്ച നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് നിന്ന് ഇസ്രായേലിന്റെ പാദം ഞാൻ ഒരിക്കലും വിളക്കിയില്ല. ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കർത്താവ് നശിപ്പിച്ച ജനതകൾ ചെയ്തതിനേക്കാൾ വലിയ തിന്മ ചെയ്യാൻ യൂദായെയും ജെറുസലേം നിവാസികളെ മനാസെ പ്രേരിപ്പിച്ചു. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. അതിനാൽ കർത്താവ് അസീരിയ രാജാവിന്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ടുചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കഷ്ടതയിലായപ്പോൾ അവൻ തന്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തന്റെ പിതാക്കന്മാരുടെ മുമ്പിൽ തന്നെ അത്യധികം വെളിപ്പെടുത്തുകയും ചെയ്തു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട മനാസയെ അവന്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. അതിനുശേഷം അവൻ ദാവീദിന്റെ നഗരത്തിന് ഒരു പുറമതിൽ പണിതു. അത് ഗീബോണിന് പടിഞ്ഞാറുള്ള താഴ്വരയിൽ തുടങ്ങി ഓഫേൽ ചുറ്റി മത്സ്യകവാടം വരെ എത്തി. അത് വളരെ ഉയരത്തിലാണ് കെട്ടിയത്. യൂദായിലെ എല്ലാ സുരക്ഷിത നഗരങ്ങളിലും അവൻ സേനാധിപന്മാരെ നിയമിച്ചു. കർത്താവിന്റെ ആലയത്തിൽ നിന്ന് അന്യദേവന്മാരെയും വിഗ്രഹത്തെയും അവൻ നീക്കം ചെയ്തു. ദേവാലയഗിരിയിലും ജെറുസലേമിലും താൻ നിർമ്മിച്ചിരുന്ന ബലിപീഠങ്ങൾ തകർത്ത് നഗരത്തിന് വെളിയിലെറിഞ്ഞു. അവൻ കർത്താവിന്റെ ബലിപീഠം വീണ്ടും പ്രതിഷ്ഠിക്കുകയും അതിൽ സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു. കർത്താവിനെ സേവിക്കാൻ യൂദായോട് കൽപ്പിച്ചു. എങ്കിലും ജനം പൂജാഗിരികളിൽ ബലിയർപ്പണം തുടർന്നു. എന്നാൽ അത് തങ്ങളുടെ ദൈവമായ കർത്താവിനായിരുന്നു. മനാസയുടെ ഇതര പ്രവർത്തനങ്ങളും അവൻ ദൈവത്തോട് ചെയ്ത പ്രാർത്ഥനയും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അവനോട് സംസാരിച്ച ദീർഘദർശികളുടെ വാക്കുകളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയും ദൈവം അത് കേട്ട വിധവും തന്നെ എളിമപ്പെടുത്തുന്നതിന് മുമ്പ് അവൻ ചെയ്ത പാപവും കാണിച്ച അവിശ്വസ്തതയും അവൻ പൂജാഗിരികൾ നിർമ്മിക്കുകയും അശേര പ്രതിഷ്ഠകളും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത സ്ഥലങ്ങളും ദീർഘദർശികളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനാസെ പിതാക്കന്മാരോട് ചേർന്നു സ്വഭവനത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ആമോൻ സിംഹാസന ആരോഹണം ചെയ്തു. ഭരണം ആരംഭിച്ചപ്പോൾ ആമോന് 22 വയസ്സായിരുന്നു. അവൻ 2 വർഷം ജെറുസലേമിൽ വാണു. പിതാവായ മനാസയെ പോലെ അവനും കർത്താവിന് മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. തന്റെ പിതാവ് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്ക് അവൻ ബലിയർപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തു. എന്നാൽ പിതാവിനെ പോലെ അവൻ കർത്താവിന്റെ മുമ്പിൽ തന്നെ എളിമപ്പെടുത്തിയില്ല. പ്രത്യുത പൂർവ്വധികം തിന്മയിൽ മുഴുകി. സേവകന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി. സ്വഭവനത്തിൽ വെച്ച് അവനെ വധിച്ചു. ആമോൻ രാജാവിനെതിരെ ഗൂഢാലോചനകൾ നടത്തിയവരെയെല്ലാം ദേശവാസികൾ കൊന്നുകളഞ്ഞു. അവന്റെ മകൻ ജോസിയായെ അവർ രാജാവാക്കി.